നീ അവളിങ്ങനെ കുറ്റം പറഞ്ഞ് ഒരു ദിവസേ അവൾ അവനെ വിളിച്ചോണ്ട് അവളുടെ വീട്ടിൽ പോകും. അയ്യോ, അങ്ങനെയാണെങ്കിൽ നന്നായി പോയി. എനിക്കെന്റെ കട്ടിലും മുറിയും തിരിച്ചു കിട്ടുമല്ലോ. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തർക്കുത്തരം പറയാതെ പാത്രം കഴുകി വെക്കടി അസത്തെ. അമ്മ ആർക്കാ ഈ പാല്? സനുവിന്. അവള് രാത്രി അത്താഴം കഴിച്ചിട്ടില്ല. കുറച്ച് ഫ്രൂട്ട്സ് അല്ലേ കഴിച്ചോളൂ. അമ്മ ഈ വേണ്ടാത്ത ശീലങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലേ അത് നമുക്ക് തന്നെ മെനക്കേടാവും. നോക്കിക്കോ. മോളെ, മോൾ എന്തിനാ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അവിടെ വെച്ചാ മതിയായിരുന്നല്ലോ. അതൊന്നും സാരില്ലമ്മ. എന്താ നന്ദു, കഴുകാനുള്ള പാത്രം സിങ്കി കൊണ്ടിടാൻ പാടില്ലേ? കഴുകാൻ സ്വന്തം വേലക്കാരി ഇവിടെ ഇല്ലാത്തപ്പോഴേ അത് പാടില്ല തന്നെ. അവനവൻ കഴിച്ച പാത്രമെങ്കിലും അവനവൻ തന്നെ കഴുകി വെക്കണം. അതൊക്കെ കുടുംബത്തിന്ന് പഠിക്കേണ്ട ശീലങ്ങളാ. ഒരു വാക്ക് ഞാൻ എന്റെ ഏട്ടനോട് വിളിച്ച് പറഞ്ഞാ മതി. ഇവിടെ എത്ര വേലക്കാര് വേണോ നാളെ രാവിലെ ഇവിടെ എത്തും. അല്ലെങ്കിലേ മനുഷ്യന് നിന്ന് തിരാൻ ഇടവില്ലാത്ത ഈ ഫ്ലാറ്റില് ഇനി അവരും കൂടെ വന്നാ എങ്ങനെയാന്ന് ഓർത്തിട്ടാ ഞാൻ അതിന് മുതിരാത്തത്. അയ്യോ സനു മോളെ, അവൾ എന്തെങ്കിലും പ്രാന്ത് പറഞ്ഞു വെച്ച് മോളെ കൊണ്ട് ഞാൻ ഇച്ചിരി പാത്രം കഴുകിക്കൂ. മോള് ചെയ്യാന്ന് പറഞ്ഞാലും അമ്മ വേണ്ടാന്നേ പറയൂ. മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. അവളുടെ സ്വഭാവം പണ്ട് എങ്ങനെയാ. മോള് മുറിയിലേക്ക് ചെല്ല്, ഞാൻ കുടിക്കാൻ പാലും കൊണ്ടുവരാം. ചെല്ല്. മോള് രാത്രി വേറൊന്നും കഴിച്ചില്ലല്ലോ. ഈ പാലെങ്കിലും കുടിക്കും. ഞാനിനി ഈ വീട്ടിൽ നിന്നൊന്നും കഴിക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുക. എന്തു പറ്റി മോളെ? മോൾക്ക് ഇവിടുത്തെ ആഹാരമൊന്നും പിടിക്കുന്നില്ലേ? എനിക്ക് കഴിച്ച പാത്രം കഴുകിയും അടുക്കള കയറി പണിയെടുത്തൊന്നും ശീലമില്ലമ്മ. ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് സെർവൻസ് ആണ്. എന്നെ ഒരു ജോലി ചെയ്യാനും എന്റെ അമ്മയെ സമ്മതിക്കില്ലായിരുന്നു. എന്തെങ്കിലും ചെയ്താ അമ്മയുടെ ഏട്ടന്റെ വഴക്ക് അവര് കേൾക്കേണ്ടി വരുമായിരുന്നു. മോള് നന്ദു പറയണ കേട്ടിട്ടാണോ ഇതൊക്കെ പറയണത്? അവളൊരു വാ പോയ കോടാലിയാണ്. അവള് പറയണത് ഈ വീട്ടിൽ ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ? മോളെ, അതൊക്കെ ഈ ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ വിട്ട് കളയണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ മോളെ കൊണ്ട് ഈ വീട്ടില് ആരും ഒരു പണി എടുപ്പിക്കാൻ പോണില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിലത്തെ പോലെ വേലക്കാരൊന്നും ഇവിടെ ഇല്ല. എന്ന് വെച്ച് മോളുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരില്ല. ഒക്കെ ഈ അമ്മ നോക്കിക്കോളാം. എന്റെ മരുമോളല്ല, മോള് തന്നെയാ. ഒരു കുറവും വരാതെ നിന്നെ പൊന്നു പോലെ നോക്കും ഞാൻ. ദേ, ഇതങ്ങോട്ട് കുടിച്ചേ. അവിടെ വെച്ചേക്കമ്മേ, ഞാൻ കുടിച്ചോളാം. ശരി, ഈ പാല് കുടിച്ചിട്ടേ നല്ല കുട്ടിയായിട്ട് പോയി കിടന്നറിയിക്കോ. അമ്മേ ഒന്നെ. ഇതാ, ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇത് ഫോറിൻ ആണോ? എന്താ സംശയം? അമ്മയ്ക്ക് ഞാൻ തരുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ലതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. അയ്യോ, ഇതൊരു ചെറിയ കാര്യമല്ലേ, അതിനൊന്നും താങ്ക്സ് പറയരുത്. എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മയ്ക്ക് ഞാൻ എന്ത് തന്നാലും അത് അധികമാവില്ല. ഈ അലന്ന കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ശ്രീയെ കെട്ടഴിച്ചു കൊണ്ടുപോകുന്നത് വരെ
എനിക്ക് ഈ വീട്ടിൽ നിങ്ങളുടെ ഗ്രൗണ്ട് സപ്പോർട്ട് വേണം. അതുവരെ ഈ നാടകം കളി ഇങ്ങനെ തുടരും. 4 നല്ല വാക്കും വല്ലപ്പോഴും ഓരോ ചീപ്പ് ഗിഫ്റ്റും കൊടുത്താ എന്നെ ഇതുപോലെ നോക്കുന്ന ഒരു വേലക്കാരിയെ വേറെ എവിടെ കിട്ടും? അയ്യോ, മൂർക്കം പാമ്പിനെയാ നമ്മൾ പിടിച്ച് പാല് കൊടുത്ത് വളർത്തിയത്. എന്തൊക്കെയാ നിങ്ങൾ സുമിതയെ കുറിച്ച് പറഞ്ഞത്? പൊട്ടി പെണ്ണാണ്, വരച്ച വരയിൽ നിർത്താം. നമ്മൾ പറയുന്നതിനപ്പുറം ഒന്നും അവള് കേക്കില്ല. എന്നിട്ടിപ്പോ എന്നാലും ഇത്രയും വലിയ ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. സുമിത മാത്രമല്ല, അവളും ആകാശം കൂടി ചേർന്നൊരുക്കിയൊരു കെണിയായത്. എല്ലാം കൈവിട്ടു പോയല്ലോ. എത്രയും നാള് ഞാൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ വിശ്വാസം, ഏട്ടന്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനം, എല്ലാം എല്ലാം ഇതോടെ കൈവിട്ടു പോയി. ഇല്ല, അങ്ങനെ തകർന്നു പോകാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ 3 പേരും ചേർന്ന് പഴുതുകൾ അടച്ച് നടത്തിയ ഒരു പദ്ധതി, അത് പാളിപ്പോയി. അതിന്റെ പേര് ചേച്ചിയുടെ മകൻ കള്ളനുമായി. സംഭവിച്ച നഷ്ടം ചെറുതായിട്ട് കാണണ്ട ചേച്ചി. സുമിത ഗിരിയുടെ വിശ്വാസം നേടിക്കഴിഞ്ഞു. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊക്കെ സംഭവിക്കൂ? ഇതിലിപ്പോ സുമിതയുടെ വിശ്വാസവും വിശ്വാസക്കുറവൊന്നും അല്ല വർക്കൗട്ടായത്. ആകാശിനോടുള്ള ഗിരിയുടെ അടുപ്പമാ. അതാ ഗിരിയെ ഇത്രയേറെ പ്രകോപിതനാക്കിയത്. അവളുടെ അതിബുദ്ധി അവളുടെ കയ്യിൽ വയ്ക്കത്തേ ഉള്ളൂ. എന്റെ മോനെ കള്ളനാക്കിയതിനടക്കം എല്ലാത്തിനും ഞാൻ അവളോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കും. നോക്കിക്കോ. നീയോ? ഇപ്പൊ വേണ്ട ഗിരി, പ്ലീസ്. ഇന്നലെ ഉറങ്ങാനായി ഒരു ടാബ്ലറ്റ് കഴിക്കാന്ന് വെച്ചപ്പോ അതിനും സമ്മതിച്ചില്ല. ഒരല്പം മനസമാധാനം കിട്ടാൻ വേണ്ടി ഡ്രിങ്ക്സ് കഴിക്കാന്ന് വെച്ചപ്പോ അതിന് സമ്മതിക്കില്ലേ? ഗിരി, സന്തോഷം വരുമ്പോ മദ്യപിക്കുന്നതിനെ നമുക്കൊരു പരിധി വരെ അംഗീകരിക്കാം. പക്ഷെ സങ്കടം വരുമ്പോ കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല. എന്റെ അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, സ്വന്തം കണ്ണുകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന്. മനസാക്ഷിയുടെ കോടതിയിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ശരിയാവാറ്. സുമിത, വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ആകാശിനെ കണ്ണും പൂട്ടി ഞാൻ സംശയിക്കാൻ പാടില്ലായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ ഇപ്പൊ സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. ഗിരി തെറ്റ് ചെയ്തെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം ബുദ്ധിയുള്ള ഏതൊരാൾക്കും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന തെളിവുകളല്ലേ നിതീഷ് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തന്നത്. എന്തായാലും ആകാശിന്റെ കാര്യത്തിൽ ഗിരി കാണിക്കുന്ന പശ്ചാത്താപം ഉണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ പ്രായശ്ചിത്വം. എനിക്കിപ്പൊ തന്നെ ആകാശിനെ കാണണം, അവനോട് മാപ്പ് പറയണം. ഈ രാത്രിയിലോ? അതിനെ നേരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല സുമിത. ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ മനസ്സമാധാനമാ. ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടെ വരാം. വേണ്ട, തെറ്റെന്റേത് മാത്രമാ. എനിക്ക് മാത്രം സംസാരിക്കണം അവനോട്. എനിക്ക് അവനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം, പണ്ട് ചെറുപ്പത്തിൽ മനസ്സ് തുറന്ന് സംസാരിച്ചതുപോലെ. അവന്റെ മനസ്സിൽ എന്നോടുള്ള എല്ലാ കരടുകളും എനിക്ക് ഇല്ലാതാക്കണം. ആകാശിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സുമിതയുടെ എല്ലാത്തിനും നന്ദി. താങ്ക് യു സോ മച്ച്. ഏയ്, ഞാൻ ചെയ്തത് ഗിരിയോടുള്ള എന്റെ
ഈ വീട്ടിൽ കോളിമല്ല എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. എന്തൊരു കഷ്ടം ഇത്. അക്കുനൊന്ന് പോയി നോക്കിക്കൂടെ ആരാന്ന്? അക്കു, അക്കു, ആരോട് പറയാൻ? ആരാ വന്നേ? ഗിരി, നീ എന്താ ഇവിടെ തന്നെ നിന്ന് പറഞ്ഞേ? എന്താ സ്നേഹ ഇത്? എടാ, നീ എന്താ അന്യനെ പോലെ നിൽക്കുന്നേ? കേറി വാടാ, വാ വാടാ. ഇനി ഇരിക്കാൻ നിന്നോട് പ്രത്യേകം പറയണോ? എടാ, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ഇതെവിടെ പോന്നു? ഞാൻ നിന്നോടുകൂടെ സംസാരിക്കാനാ വന്നത്. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ക്ഷമ പറയാനാ വന്നത്. ഒരുപാട് വൈകിപ്പോയെന്ന് എനിക്കറിയാം. ഞാനിത് വളരെ നേരത്തെ പറയേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും ഗിരിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായല്ലോ, ഭാഗ്യം. നീ ഇങ്ങനെ എന്നെ പരിഹസിക്കല്ലേ സ്നേഹ. എനിക്ക് ശരിക്കും കുറ്റബോധമുണ്ട്. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഐ എം സോറി. ഞങ്ങളോട് മാപ്പ് പറയൊന്നും വേണ്ട. അത് ഗിരി ചെന്നിട്ടേ സുമിതയോട് പറഞ്ഞാ മതി. എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ നിന്റെ ഭാര്യയോട് പറഞ്ഞ് തീർത്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ സുമിതയോടെ വന്നിരുന്നു. ഇവളതിനെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. നീ ചെയ്ത തെറ്റിന് കേട്ടത് മുഴുവൻ അവളാ. പാവം, ഒരക്ഷരം പോലും അവള് തിരിച്ചു പറഞ്ഞില്ല. പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, വിട്ടുകളയടാ. അതെ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സ് വിഷമിക്കുന്നത് കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. സുമിതയ്ക്കും പറ്റില്ല. എടാ, ഇന്നല്ലെങ്കിൽ നാളെ നീ ഇത് തിരിച്ചറിയുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നു കരുതിയില്ല. എടാ, നിന്നെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോ ഞാൻ അനുഭവിച്ചൊരു ഒരൊറ്റപ്പെടലുണ്ടല്ലോ, അതെനിക്ക് താങ്ങാനാവുന്നില്ലടാ. ഗിരി, അങ്ങനെ വിട്ടുപോകാൻ എനിക്ക് പറ്റൂടാ. പക്ഷേ അത്ര എളുപ്പം ഞാൻ മാപ്പ് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. കോമ്പൻസേഷൻ ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടി വരും. നാളെ രാത്രി നീ സുമിതയും കൂട്ടി ഡിന്നറിന് വരണം. അതാണ് ഇക്കാര്യത്തില് നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഞങ്ങൾ തരുന്ന ശിക്ഷ. ആ കടുത്ത ശിക്ഷ അടിയൻ ഏറ്റു വാങ്ങിക്കോളാം. ഞങ്ങളോട് മാപ്പ് പറയൊന്നും വേണ്ട. അത് ഗിരി ചെന്നിട്ടേ സുമിതയോട് പറഞ്ഞാ മതി. സുമിത, എനിക്ക് സുമിതയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? അത് പിന്നെ ആകാശിന്റെ കാര്യത്തിൽ നീ ഇടപെട്ടതിനും സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതിനും താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. ഗിരിയെ അത് എത്രമാത്രം ബാധിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ. എന്താ? ആ മാല നിതീഷ് ഗോഡൌണിലാണ് സൂക്ഷിച്ചതെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? ഗിരി തന്നെയാ കാരണം. ഞാനോ?
സത്യത്തിൽ നീ പോലീസിൽ ചേരേണ്ട ആളാ. ശരിയാ, എനിക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഞാനേ SI ടെസ്റ്റ് പാസ്സായ ആളാ. ഫിസിക്കല്ല തോറ്റുപോയത്. ഓ, നാട്ടുകാരുടെ ഭാഗ്യം. കളിയാക്കണ്ട. എനിക്കാ ജോലി കിട്ടിയിരുന്നെങ്കിലേ ഞാൻ ഈ നാട്ടിലെ സകലമാന കള്ളന്മാരെ ബുക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിലേ ബഹുമാനപ്പെട്ട സ്ഥലം SI എന്റെ വേറൊരു പരാതിക്ക് പരിഹാരം കണ്ടെത്തി തരണം. എന്താ പരാതി? വേറൊന്നുമല്ല, എന്റെ ഒരു നേവി ബ്ലൂ ടൈ കാണാനുണ്ട്. ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? ഓ, അത്രേ ഉള്ളൂ. ആ, ഇതെങ്ങനെയാ അവിടെ പോയി വിളിച്ചിരുന്നത്? ആ, ഇന്നലെ അലമാരിന്ന് ഗിരിയെന്തോ എടുത്തപ്പോ താഴെ വീണതാ. കാണാതെ വരുമ്പോ എന്റെ അടുത്ത് തന്നെ ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഓ, അതുകൊണ്ട് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. താ. ഉം. ചേച്ചി, ഒരു മയവും വേണ്ട. എടാ, ഇത്തിരി മേല് നൊന്താലും നീ അങ്ങ് സഹിച്ചോ. നമ്മുടെയൊക്കെ മുമ്പോട്ടുള്ള ജീവിതം ഉണ്ടല്ലോ, ഈ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഇറങ്ങിപ്പോടാ. നിന്നെ ഇനി ഈ വീട്ടിൽ കണ്ടുപോരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ. എന്ത് ധൈര്യത്തിലാടാ നീ വീണ്ടും ഈ വീട്ടിലോട്ട് കയറി വന്നത്? ചേച്ചി നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ? ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും നശിപ്പിച്ചവനല്ലേ നീ. ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവൻ. പോ, എവിടെയെങ്കിലും ഇറങ്ങിപ്പോ. എനിക്കിനി ഇങ്ങനെ ഒരു മകനില്ല. ഈ പരിസരത്ത് കണ്ടുപോരുത്. അമ്മ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയതാ. ആരുടെ കാല് പിടിച്ചു വേണമെങ്കിലും ഞാൻ മാപ്പ് പറയാം. ഈ വീട് നിങ്ങളൊക്കെ വിട്ട് ഞാൻ എവിടെ പോവാനാ? ആർക്ക് വേണോടാ നിന്റെ മാപ്പും കോപ്പും ഒക്കെ? ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? അയ്യോ ഗിരി, നോക്ക് ഗിരി, ഒരു ഉളുപ്പും ഇല്ലാതെ അവൻ വീണ്ടും കേറി വന്നിരിക്കുന്നു. പോലീസിനെ വിളിക്ക. ഈ മാലക്കള്ളനെ വെറുതെ വിടാൻ പറ്റില്ല. ഒയ്യാരത്ത് കുടുംബത്തിന് ഇത്രയും നാണക്കേട് വരുത്തി വെച്ച ഒരു സന്തതി നീ അല്ലാതെ വേറെ ആരുമില്ല. ഇറങ്ങണ ഇവിടുന്ന്, ഇറങ്ങി പോവാൻ. എനിക്ക് നിന്നെ കാണണ്ട. ഇറങ്ങിപ്പോ. ഞാൻ ചത്താ പോലും നീ ഈ കുടുംബത്തിന്റെ പഴി ചവിട്ടരുത്. ഇറങ്ങിപ്പോ. നിർത്ത്. എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെ BP കയറ്റി വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാക്കി വെച്ചാലോ? ഞാൻ പിന്നെ എന്ത് വേണം മോനെ? നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുമ്പില് ഞാനൊരു മാലക്കള്ളന്റെ അമ്മയായി പോയില്ലേ? ഇങ്ങനെ ഒരു വിഷപ്പാമ്പിനാണല്ലോ ഇത്രയും നാളും ഞാൻ പാല് കൊടുത്ത് പോറ്റി വളർത്തിയത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇനി ഒന്നും പറയണ്ട. നീ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നിന്നെ പൊന്നു പോലെ നോക്കി വളർത്തിയ നിന്റെ ഈ ഏട്ടനെയാ. നിന്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനം എടുക്കണമെന്ന് ഗിരി പറയും. ആ പറയുന്നതേ നടക്കൂ. ഇവന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശവും നിനക്ക് മാത്രമേ ഉള്ളൂ മോനെ. നിനക്ക് വേണമെങ്കിൽ മോഷണക്കുറ്റം ചുമത്തി ഇവരെ പോലീസിൽ ഏൽപ്പിക്കാം.